എല്ലാവർക്കും PSC മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ APS സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ റിവിഷൻ മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ നേരെ വീഡിയോയ്ക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ ഏതാണ്? കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏതാണ്? കണ്ണൂർ സെൻട്രൽ ജയിൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിലായത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിലായത് നെയ്യാറ്റിൻകര. നാലാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യ വനിതാ പ്രിസൺ സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1990-ലാണ്. കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ജയിൽ എവിടെയാണ്? കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ജയിൽ കണ്ണൂരിലാണ്. ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സംസ്ഥാനത്തിലെ ആദ്യ ഹൈ സെക്യൂരിറ്റി ജയിൽ സ്ഥാപിതമായത് എവിടെയാണ്? വിയ്യൂരിലാണ്. സംസ്ഥാനത്തിലെ ആദ്യ ഹൈ സെക്യൂരിറ്റി ജയിൽ സ്ഥാപിതമായത് വിയ്യൂരാണ്. ജയിൽ ഉദ്യോഗസ്ഥർക്കായുള്ള ജയിൽ ട്രെയിനിങ് സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? പൂജപ്പുര. തിരുവനന്തപുരം പൂജപ്പുരയിലാണ് ജയിൽ ഉദ്യോഗസ്ഥർക്കായുള്ള ജയിൽ ട്രെയിനിങ് സ്കൂൾ സ്ഥാപിച്ചത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ജയിൽ ട്രെയിനിങ് സ്കൂൾ സ്ഥാപിതമായ വർഷം ഏത് വർഷമാണ്? 1957. ജയിൽ ട്രെയിനിങ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സ്കൂളാണ്. ജയിൽ ട്രെയിനിങ് സ്കൂൾ സ്ഥാപിതമായ വർഷം 1957. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ജയിൽ ആസ്ഥാനത്തുള്ള 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന നിയന്ത്രണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ, സ്റ്റേറ്റ് പ്രിസൺ കൺട്രോൾ റൂം. പത്താമത്തെ ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്കായുള്ള ഏക ഓപ്പൺ പ്രിസൺ എവിടെയാണ്? പൂജപ്പുരയാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, പാചകക്കാർ ആഹാരം ശരിയായ അളവിൽ വിതരണം ചെയ്യുന്നതിന് മേൽനോട്ടം വഹിക്കേണ്ടത് ആരാണ്? ഓപ്ഷൻ സി, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. 12ാമത്തെ ക്വസ്റ്റ്യൻ, അമ്മയോടൊപ്പം ജയിലിൽ കഴിയാൻ അനുവദിക്കുന്ന പരമാവധി കുട്ടിയുടെ പ്രായം എത്രയാണ്? 6 വയസ്സ്. ഓപ്ഷൻ സി, 6 വയസ്സ്. തടവുകാരൻ്റെ ഫോട്ടോ ജാമ്യപത്രത്തിൽ പതിക്കേണ്ടത് എപ്പോഴാണ്? ആദ്യമായിട്ട് അവധിയിൽ പോകുമ്പോഴാണ് തടവുകാരൻ്റെ ഫോട്ടോ ജാമ്യപത്രത്തിൽ പതിക്കേണ്ടത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യാവകാശ സംരക്ഷണ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഏത് തീയതിയിലാണ്? ഓപ്ഷൻ ബി, 1994 ജനുവരി 8. 15ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആര്? ഓപ്ഷൻ ഡി, ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. 16ാമത്തെ ക്വസ്റ്റ്യൻ, NHRCയിൽ അംഗമായ ആദ്യ മലയാളി വനിത ആരാണ്? ഓപ്ഷൻ ബി, ഫാത്തിമ ബീവി. 17ാമത്തെ ക്വസ്റ്റ്യൻ, നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? നിലവിലെ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ, NHRC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കാൻ നിർബന്ധമായും ആരോടാണ് കൂടിയാലോചിക്കേണ്ടത്? ഓപ്ഷൻ ബി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് കൂടി ആലോചിച്ചിട്ടാണ് NHRCയിൽ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ എ, 1993 ഒക്ടോബർ 12. 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം, എന്നിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. കറക്റ്റായിട്ട് ആൻസർ എ ആണ്, ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന്. 21ാമത്തെ ക്വസ്റ്റ്യൻ, 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? ബി, വകുപ്പ് 21C ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം മൊത്തം 3 പേര്, 2 അംഗങ്ങളും ഒരു ചെയർപേഴ്സണാണ്. അപ്പോൾ ഓപ്ഷൻ ബി, ചെയർപേഴ്സൺ പ്ലസ് 2 അംഗങ്ങൾ.
23-ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യാവകാശ കോടതികളെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായം ഏതാണ്? അധ്യായം 6. അധ്യായം 6, ഓപ്ഷൻ ബി അധ്യായം 6. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ്? അധ്യായം 5-ലാണ്. അധ്യായം 5-ലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 25-ാമത്തെ ചോദ്യം, മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അരുണ റോയ്. 26-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ സാമൂഹിക പ്രസ്ഥാനം ഏതാണ്? എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യനാണിത്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഓപ്ഷൻ സി മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ് വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ സാമൂഹിക പ്രസ്ഥാനം. 27-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിവരാവകാശ നിയമം പാസാക്കിയ സമയത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? വിവരാവകാശ നിയമം പാസാക്കിയ സമയത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി? ഓപ്ഷൻ സി APJ അബ്ദുൽ കലാം. ടെലിഫോണിലൂടെ RTI അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ആദ്യമായിട്ട് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ബി ഉത്തർപ്രദേശ്. 29-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപേക്ഷ എഴുതാൻ കഴിയാത്ത പക്ഷം അപേക്ഷ തയ്യാറാക്കുന്നതിന് സഹായം നൽകേണ്ടത് ആരുടെ ചുമതലയാണ്? ആരുടേതാണ്? PIO പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഓപ്ഷൻ സി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ചുമതലയാണ് അപേക്ഷ എഴുതാൻ കഴിയാത്ത പക്ഷം അപേക്ഷ തയ്യാറാക്കുന്നതിന് സഹായം നൽകേണ്ടത്. 30-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. RTI അപേക്ഷ നൽകാവുന്ന ഭാഷ ഇംഗ്ലീഷാണോ, ഹിന്ദിയാണോ, അതോ അപേക്ഷ നൽകുന്ന സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയാണോ? ഈ മേൽ പറഞ്ഞ എല്ലാതും ഉണ്ട് അല്ലേ? RTI അപേക്ഷ നൽകാവുന്ന ഭാഷ ഇവയെല്ലാമാണ്. 31-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. RTI അപേക്ഷ ഫീസ് എത്രയാണ്? എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യനാണ്. ബി ഓപ്ഷൻ ബി 10 രൂപയാണ്. മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ, മൂന്നാം കക്ഷിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാ? സെക്ഷൻ 11. സെക്ഷൻ 11 സോറി, മാർക്ക് 2 വന്നു. സെക്ഷൻ 11. 33, മൂന്നാം കക്ഷിക്ക് അപ്പീൽ നൽകാനുള്ള സമയപരിധി എത്രയാണ്? 30 ദിവസം. ഓക്കെ, ഓപ്ഷൻ സി 30 ദിവസം. 34-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഒരു ദിവസത്തിന് ഈടാക്കാവുന്ന പിഴ ആർക്ക്? വിവരാവകാശ കമ്മീഷന്. അല്ലെങ്കിൽ എത്രയാണ്? 250 രൂപ കേട്ടോ. 250 രൂപ. 35-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപീകരണത്തെ പ്രതിപാദിക്കുന്ന വകുപ്പ് ഓപ്ഷൻ ബി സെക്ഷൻ 15. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഓപ്ഷൻ സി ഗവർണറാണ്. 37-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇനി ഫുള്ള് സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ്. സൈക്കോളജി എന്ന പദം രൂപപ്പെട്ടിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്നുള്ള വാക്കിൽ നിന്നാണ്? ഏതാണ്? 37. ഓപ്ഷൻ സി ഗ്രീക്ക് ആണ്. 38-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് മാതാപിതാക്കളുടെ ജീവിത നിലവാരമാണോ, വളർന്നു വരുന്ന സാഹചര്യമാണോ, സാമൂഹിക ബന്ധങ്ങളാണോ? ഈ 3 സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ സ്വാധീനിക്കാത്ത ഘടകം എന്ന് പറയുന്നത് രക്തഗ്രൂപ്പാണ്. 39-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വ്യക്തിക്ക് ബോധ്യമുള്ള ചിന്തകളും അനുഭവങ്ങളും ഉൾക്കൊള്ളുന്ന മനസ്സിന്റെ ഭാഗം ഏതാണ്? 39-ാമത്തെ ആൻസർ ഓപ്ഷൻ സി ബോധമനസ്സ്. ഓക്കെ അല്ലേ? 40, റിയാലിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ യഥാർത്ഥ സിദ്ധാന്തം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് എന്താണ്? ഈഗോ. ഓപ്ഷൻ ബി ഈഗോ. 41-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. തെറ്റായ പ്രവൃത്തികൾക്ക് കുറ്റബോധം സൃഷ്ടിക്കുന്ന ഘടകം ഏതാണ്? അത് സൂപ്പർ ഈഗോ. ഓപ്ഷൻ സി സൂപ്പർ ഈഗോ ആണ് തെറ്റായ പ്രവൃത്തികൾക്ക് കുറ്റബോധം സൃഷ്ടിക്കുന്ന ഘടകം. ഈഗോ, സൂപ്പർ ഈഗോ എന്നീ ഘടകങ്ങൾ ഉൾപ്പെടുന്ന സിദ്ധാന്തം ഏതാണ്? അത് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി. ബോംബെ പാവ് പരീക്ഷണം നടത്തിയത് ആര്? എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആവും. സി ബദൂര. ഓക്കെ, താഴെ പറയുന്നതിൽ ആക്രമണ വാത്സല്യം വളർത്തുന്ന കുടുംബഘടകം ഏതാണ്? 44-ാമത്തെ ആൻസർ കലഹിച്ചു പിരിയുന്ന കുടുംബബന്ധം ആക്രമണ വാത്സല്യം വളർത്തുന്ന കുടുംബഘടകമാണ്. 45-ാമത്തെ ചോദ്യം, ഇച്ഛാഭംഗത്തിന്റെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 45-ന്റെ ആൻസർ ആനന്ദം ഉൾപ്പെടില്ല. 46-ാമത്തെ ചോദ്യം, ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക അവസ്ഥ
46 ഇച്ഛാഭംഗം. 47ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഉത്കണ്ഠയുടെ ലക്ഷണമല്ലാത്തത് ഏതാണ്? വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓപ്ഷൻ ഡി ആണ് അല്ലാത്തത്. ആത്മവിശ്വാസ വർധന ഉണ്ടാവില്ല. 48ാമത്തെ ചോദ്യം, അഭിപ്രേരണ എന്നത് എന്തിനെ കുറിച്ചാണ്? പ്രവർത്തിക്കാനുള്ള പ്രചോദനമാണ്. അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ആണല്ലോ, അത് പ്രവർത്തിക്കാനുള്ള പ്രചോദനമാണ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് എന്തുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഓപ്ഷൻ ബി മാനസിക സമ്മർദ്ദം. ഫ്രോയിഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പ്രവർത്തിക്കുന്നത് ഏത് ഘടകമാണ്? 50ാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ ഓപ്ഷൻ സി സൂപ്പർ ഈഗോ. അപ്പോൾ നമ്മൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന് സ്പെഷ്യൽ ടോപ്പിക്കിന് വരാവുന്ന 50 ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്തത്. ഇതൊരു റിവിഷൻ പോലത്തെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നടന്നത്. അതുകൊണ്ട് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, വെറും ക്വസ്റ്റ്യൻ ആൻസർ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഏപ്രിൽ 18-നാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.